പാഷൻ ഓഫ് ടേസ്റ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത് ഒരു മീറ്റ് വെച്ചിട്ടുള്ള കേക്കാണ്, ബീഫ് മീറ്റ് കേക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീറ്റ് കേക്കിട്ട് ആവശ്യമായിട്ട് നമുക്ക് 2 വലിയ സവോളയും 2 പച്ചമുളകും നല്ലപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ഇതള് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 ഇതള് വെളുത്തുള്ളിയും. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം. അതൊന്ന് വാടി കഴിയുമ്പോഴേക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഇളക്കി നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. അപ്പം സവോള പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. ഉള്ളി വഴലുമ്പോഴേക്കും നമുക്ക് കേക്കിന് വേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കപ്പ് 250 ml കപ്പാണ്, 2.5 കപ്പ് മൈദ അളന്ന് നമുക്കെടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് അതിട്ട് വേണ്ടിയിട്ട് ഒരു 4 മുട്ടയാണ് വേണ്ടത്. മുട്ട നല്ലപോലെ ബീറ്റർ വെച്ചോ മിക്സിയിലിട്ടോ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതിലേക്ക് നമുക്ക് 1 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കും. വെജിറ്റബിൾ ഓയിലായിരിക്കും നല്ലത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 4-5 ടേബിൾ സ്പൂൺ ഓയിൽ. പിന്നെ അതിലേക്ക് ഒരു 2 കപ്പ് പാല്, സെയിം കപ്പിൽ തന്നെ 2 കപ്പ് പാല് അതുകൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇനി നമുക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. കുരുമുളകിൻ്റെ പൊടി ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. അത്രയും ഇട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. മീറ്റ് കേക്കിൽ നമ്മൾ ഇതിനകത്ത് ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അത് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പം ബീഫിന് പകരം വേണമെങ്കിൽ ചിക്കനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ വഴന്ന് വന്ന ഉള്ളിയിലേക്ക് നമ്മുടെ മീറ്റ് ഇട്ട് കൊടുക്കാം. ബീഫ് നല്ലപോലെ ഇളക്കി, ഇതൊരു 1/2 കിലോയിൽ മുകളിൽ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇളക്കി നമുക്ക് മസാലയെല്ലാം പിടിക്കുന്നത് വരെ ഇളക്കി ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് വാങ്ങാം. റെഡിയാക്കി വെച്ച മൈദമാവ് ഇവിടെ റെഡിയാണ്. അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട, എണ്ണ, പാല് ഇട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. പയ്യനെ ഇളക്കിയെടുത്ത് വെള്ളം പോരാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളമോ പാലോ ഒഴിച്ച് ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പോരാത്തതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. മാവിന് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ മസാല കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ മസാല നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പം അതുകൂടി ഇട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. മസാല ഇട്ട് കഴിയുമ്പോഴത്തേനും മാവ് കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അത് ലൂസാക്കി എടുക്കുകയാണ്. കാരണം ഒരുവിധം ലൂസായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് ആവശ്യം. എണ്ണ തടവി കൊടുക്കാൻ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക്
അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കും പോലെ ബേക്കിംഗ് പേപ്പറോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി. എന്നാലും എണ്ണ തടവി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ടുപോരും അത്. അതിന് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം ഓവൻ ഒരു 10 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഏകദേശം. അപ്പം ഈ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഇതിനെ മാറ്റാം. കുറച്ചായിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ ഒരു 30 മിനിറ്റ്സ്, മാക്സിമം 30 മിനിറ്റ്സ് മതിയാവും. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബേക്കിംഗ് ചെയ്യാനായിട്ട് വെക്കാം. എല്ലാം റെഡിയാണ്. ഇനി ഇത് ഓവനിലേക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ മീറ്റ് കേക്കിൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു 30 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. മനോഹരമായ നമ്മുടെ മീറ്റ് കേക്ക്, സ്പൈസി മീറ്റ് കേക്ക് റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം.